ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. അപ്പോൾ ഏകാദശിക്ക് നമ്മൾ ഉണ്ടാക്കണ ഒരു പുഴുക്കും ഗോതമ്പ് കഞ്ഞിയുടെയും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏകാദശിക്ക് മാത്രമല്ല, ഇത് നമുക്ക് സാധാരണ ദിവസങ്ങളിലും ഈ പുഴുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് കുറച്ച് ഗോതമ്പിൻ്റെ നുറുക്ക്, അത് ചെറിയ നുറുക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരിക്കും. അത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഗോതമ്പ് ഒന്ന് കയറി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു വിസിലടിച്ച് വേവിക്കാം. ഇനി ഞാനിവിടെ ഒരു കപ്പ് മുതിര തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മുതിര വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനൊരു 6 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് മുതിര വേവാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ എത്രയാണോ വിസിലടിക്കാറുള്ളത് അതിനനുസരിച്ച് മുതിര വേവിച്ചെടുക്കാം. ഇനി ഞാനിവിടെ പുഴുക്കിലേക്ക് വേണ്ടിയിട്ട് കാച്ചിൽ അല്ലെങ്കിൽ കാവത്ത് എന്നൊക്കെ പറയും, അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം കൊള്ളി അല്ലെങ്കിൽ കപ്പ എന്ന് പറയും, അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂർക്കയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും സാധനങ്ങളാണ് പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേന, ചേമ്പ്, കായ, മത്തങ്ങ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ കൂർക്ക ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കൂർക്ക ഇത്തിരി വേവുള്ളത് കൊണ്ട് കൂർക്ക ഒന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ കാവത്തും കൊള്ളിയും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. കൂർക്ക ഒന്ന് വെന്ത് വരട്ടെ. ഈ സമയത്ത് ഗോതമ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളത്തോടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നമുക്ക് കഞ്ഞിക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് അതിനും വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, തേങ്ങാപ്പാൽ കൂടാണ്ട്. ഇനി തേങ്ങാപ്പാൽ ചേർക്കാത്തവരും ഉണ്ട്, അത് അവരവരുടെ താല്പര്യം പോലെ ചെയ്യാം. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഗോതമ്പ് കഞ്ഞി ഇവിടെ റെഡിയാവും. ഇപ്പം നമ്മുടെ ഗോതമ്പ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കൂർക്ക ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മറ്റ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കൊള്ളിയും കാവത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കഷ്ണത്തിന് ആവശ്യമുള്ള പാകത്തിനുള്ള, ഇപ്പം നേരത്തെ ചേർത്തിട്ടുണ്ട് പക്ഷെ അത് മതിയാവില്ല, ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൂടുതലായിട്ട് ഇതിലേക്ക് പച്ചമുളകാണ് ചേർക്കണത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ച് കഷ്ണങ്ങൾ വേകണ വരെ ഒന്ന് വേവിച്ച് കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ സമയത്ത് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഏകാദശി പുഴുക്കായതുകൊണ്ട് ഇതിലേക്ക് ഉള്ളിയൊന്നും ചേർക്കില്ല. അപ്പോൾ സാധാരണയായിട്ടാണ് പുഴുക്കുണ്ടാക്കണതെന്ന് വെച്ചാൽ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഏകാദശിക്ക് ഇതിൽ ഉള്ളിയൊന്നും ചേർക്കില്ല. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുതിര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഈ കഷ്ണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിതിലെ കഷ്ണങ്ങളൊക്കെ കുറച്ച് ഉടച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കഷ്ണങ്ങൾ കഴിക്കാൻ താല്പര്യമാണെങ്കിൽ ഉടച്ച് കൊടുക്കണമെന്നൊന്നുമില്ല, അതൊക്കെ അവരവരുടെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ലോണം തന്നെ കരിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം.
ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഏകാദശി പുഴുക്കും ഗോതമ്പ് കഞ്ഞിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഗോതമ്പ് കഞ്ഞിയും പുഴുക്കുമാണ് ഇന്നത്തെ ദിവസം കഴിക്കണത്. പിന്നെ കൂവയൊക്കെ ഉണ്ടെങ്കിൽ കൂവപ്പൊടി കുറുക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ അരി ഭക്ഷണമൊന്നും ഇല്ലെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.